ഇത് നമുക്ക് നോക്കാം. എന്താ നോക്കേണ്ടത്? നമ്മൾ കമ്പയർ ചെയ്യാണ് നമ്മുടെ വൺ എനർജി എന്ന് വേറെ എനർജിക്ക് നമുക്ക് മാറ്റാനൊക്കെ പറ്റും. എനർജി ലോസിലാണ് നമുക്ക് നേരത്തെ എക്സ്പെരിമെൻ്റ് വെച്ച് മനസ്സിലായി. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എനർജിയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളറിയാം എനർജി എന്ന് പറഞ്ഞൊരു സ്കെയിലർ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. അതിന് ഡയറക്ഷൻ ഇല്ല. അതൊരു പർട്ടിക്കുലർ നമ്പർ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 30 ജൂൾ, അതൊരു സ്കെയിലറായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. അതിൻ്റെ ഡയറക്ഷൻ ഇല്ല. പിന്നെ എന്തൊക്കെ സിമിലാരിറ്റിയാണ് വർക്കും എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത്? വർക്കിനും എനർജിക്കും സെയിം യൂണിറ്റാണ്. നമ്മൾ കൈനറ്റിക് എനർജി അതുപോലെ തന്നെ വർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജൂൾ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടുപേരുടെയും യൂണിറ്റ് സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ടും സ്കെയിലർ ക്വാണ്ടിറ്റിയാണ് അല്ലേ? കൃത്യമായിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ ഡയറക്ഷൻ. പിന്നെ നമ്മൾ പർട്ടിക്കുലർ കേസസ് വെച്ച് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണമെങ്കിൽ ഹയർ ക്ലാസ്സസിൽ നമുക്ക് വർക്ക് സീറോ ആവണത്, നെഗറ്റീവ് വർക്ക് അതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മളോട് സിമിലാരിറ്റീസ് ചോദിക്കുമ്പോൾ ഇത്ര സിമിലാരിറ്റീസ് നമുക്കുള്ളത്. രണ്ടുപേരും യൂണിറ്റ് ജൂളാണ്, ഡയറക്ഷൻ ഇല്ല, പിന്നെ സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്.